യുദ്ധം തുടങ്ങി ഇത്രയും നാളുകൾക്കിടയിൽ ഉക്രൈൻ കണ്ട ഏറ്റവും ഭയാനകമായിട്ടുള്ള രാത്രിയായിരുന്നു കഴിഞ്ഞുപോയത്. റഷ്യൻ മിസൈലുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഉക്രൈൻ തലസ്ഥാനമായിട്ടുള്ള കീവ് അക്ഷരാർത്ഥത്തിൽ കത്തി അമരുകയാണ്. റഷ്യൻ സൈന്യത്തിന്റെ ഈ അഴിഞ്ഞാട്ടം കാണുമ്പോൾ ലോകം ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്, ഇനി യുക്രൈൻ ബാക്കിയുണ്ടാകുമോ? ലോകത്തിലെ ഏറ്റവും വിനാശകാരികളായിട്ടുള്ള ഇസ്കന്ദർ M-400 സിർക്കോൺ തുടങ്ങിയ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളാണ് റഷ്യ കീവിലേക്ക് തൊടുത്തുവിട്ടത്. 35-ലധികം മിസൈലുകൾ ആകാശത്ത് നിന്ന് അഗ്നിവർഷം പോലെ പെയ്തിറങ്ങിയപ്പോൾ കീവിലെ ബഹുനില കെട്ടിടങ്ങളും ഷോപ്പിംഗ് മാളുകളും നിമിഷ നേരം കൊണ്ട് തകർന്ന് തരിപ്പണമായി. ജനവാസ മേഖലകളിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് വൻ തീപിടുത്തങ്ങൾ ഉണ്ടായി. പ്രതിരോധിക്കാൻ പോലുമാകാതെ ഉക്രൈൻ സൈന്യം പകച്ചു നിൽക്കുമ്പോഴാണ് ഈ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. റഷ്യയുടെ ഈ അജയ്യമായിട്ടുള്ള സൈനിക ശേഷിക്ക് മുന്നിൽ പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ കോടിക്കണക്കിന് ഡോളറിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വെറും നോക്കുകുത്തിയായി മാറി. എന്നാൽ റഷ്യ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരംഭിച്ച ആക്രമണമല്ല ഇത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. റഷ്യൻ മണ്ണിലേക്ക് ആഴത്തിൽ കടന്നു കയറി ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾക്കുള്ള അതികഠിനമായിട്ടുള്ള മറുപടിയാണിത്. റഷ്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ വ്യാപാര ശൃംഖലയായിട്ടുള്ള വൈൽഡ് ബെറീസിന്റെ വെയർഹൌസുകൾ ലക്ഷ്യമിട്ട് ഉക്രൈൻ നടത്തിയ ആക്രമണത്തിൽ 9 മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞത്. താംബോവ്, മോസ്കോ പ്രവിശ്യകളിൽ നടന്ന ഈ ആക്രമണങ്ങളിൽ 80-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്തിരുന്ന നിരപരാധികളായിട്ടുള്ള തൊഴിലാളികളാണ് അന്ന് ദാരുണമായി കൊല്ലപ്പെട്ടത്. ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ മോസ്കോയിലെ ഒരു മെറ്റേണിറ്റി ആശുപത്രിക്ക് സമീപം വരെ തീപിടുത്തമുണ്ടായി. അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു ദുരന്തമാണ് റഷ്യയിൽ ഇതിലൂടെ സംഭവിച്ചത്. റഷ്യയുടെ വിതരണ ശൃംഖലകളും അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉക്രൈൻ ഈ ഒരു ഡ്രോൺ ആക്രമണം ആസൂത്രണം ചെയ്തത്. എന്നാൽ സ്വന്തം മണ്ണിൽ ഒരു തുള്ളി ചോര വീണാൽ റഷ്യ നൽകുന്ന തിരിച്ചടി ഒരു രാജ്യത്തിന്റെ തന്നെ നിലനിൽപ്പില്ലാതാക്കിക്കൊണ്ടായിരിക്കും എന്ന കീവിലെ മിസൈൽ ആക്രമണം തെളിയിക്കുന്നു. റഷ്യൻ സൈനിക ശക്തിയെ വെല്ലുവിളിക്കാൻ ഉക്രൈനോ അവരെ സഹായിക്കുന്ന നാറ്റോ സഖ്യത്തിനോ കഴിയില്ല എന്ന അനിഷേധ്യമായിട്ടുള്ള സന്ദേശമാണ് ഈ തിരിച്ചടിയിലൂടെ റഷ്യൻ ഭരണകൂടം നൽകുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയിൽ മാത്രം യുദ്ധം ചെയ്യുന്ന ഉക്രൈൻ എന്ന രാജ്യം ഒരു സമ്പൂർണ്ണ തകർച്ചയുടെ വക്കിലാണ്. കീവ് എന്ന മഹാനഗരം ഇന്ന് കത്തിയമരുന്ന ഒരു യുദ്ധഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിശക്തമായിട്ടുള്ള ഈ റഷ്യൻ സൈനിക മുന്നേറ്റത്തിന് മുന്നിൽ ഇനിയും പിടിച്ചു നിൽക്കാൻ യുക്രൈന് കഴിയില്ല എന്നത് അതൊരു യാഥാർത്ഥ്യമാണ്. ഈ യുദ്ധം അവസാനിക്കുമ്പോൾ ലോകഭൂപടത്തിൽ ഉക്രൈൻ എന്നൊരു രാജ്യം തന്നെ അവശേഷിക്കുമോ എന്ന ചോദ്യമാണ് ഈ റഷ്യൻ അഴിഞ്ഞാട്ടം ബാക്കിയാക്കുന്നത്. മിസ്റ്റർ ക്യാമറ.